+1 ബിസിനസിന്റെ എക്സാം ഇങ്ങ് ആവാറായല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളെ പഠിത്തം കാര്യങ്ങളും എന്നൊക്കെ ഒന്ന് കമന്റ്സിൽ പറയാം. മിസ്സൊന്ന് അറിയട്ടെ നിങ്ങൾ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടാണ് നിങ്ങളുടെ ഓരോരുത്തരും പഠിച്ചുകൊണ്ടിരിക്കണേ, എത്രത്തോളം കോൺഫിഡന്റ് ആയിട്ടാണ് ഓരോരുത്തരും ഇരിക്കണേ എന്നുള്ളതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആ കമന്റ്സിൽ പറയാം. നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട, നിങ്ങൾ ഇപ്പൊ ചെയ്യണ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഡൗട്ട് ചെയ്യരുത്. നിങ്ങൾ ഇപ്പൊ ഇടുന്ന എഫേർട്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആ ഫിനിഷിംഗ് പോയിന്റിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടും അല്ലേ. അപ്പൊ നിങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് ആണ് ഇനി വരാനിരിക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണം, മാക്സിമം നന്നായിട്ട് തന്നെ എഫേർട്ട് ഇട്ട് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നല്ല എഫേർട്ട് ഇട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എവിടെ പഠിക്കണം എന്നൊന്നും അറിയാത്തവരാണ് അല്ലെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ചാനലിൽ നമ്മൾ ഓരോ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, 5 മാർക്കിന്റെ ഷോ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് പഠിച്ച് തുടങ്ങണം, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ എന്നുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ട് വരുന്ന ഓരോരോ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യൂട്യൂബ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ മക്കളെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് അല്ലെ, നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മിസ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ബിസിനസ്സിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്ററിൽ ഒന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് അല്ലേ. അപ്പൊ ആ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൈവറ്റ് സെക്ടറിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. ഏതൊക്കെ വരുന്നുണ്ട്, നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, HUF അല്ലെങ്കിൽ ജോയിന്റ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് ഉണ്ട്, കോപ്പറേറ്റീവ് ഉണ്ട് അല്ലെ, കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, അതുപോലെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ട് അല്ലെ. 5 ടൈപ്പ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ് വരുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത് ബിസിനസിനെ കുറിച്ചാണ് അല്ലേ. ആ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് ശ്രദ്ധിക്കണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ എന്ത് പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ബിസിനസിന്റെ എന്താണ് നേച്ചർ, സൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ബിസിനസ് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള 5 ബിസിനസിന്റെ അല്ലെങ്കിൽ ടൈപ്സ് നമുക്ക് ചൂസ് ചെയ്യാം അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ 5 ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസിനെയും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഒരു ടേബിൾ വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി പോവാണ്. അതായത് ഓരോ ഓർഗനൈസേഷൻസിന്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ പോയിന്റ്സ് എടുത്തിട്ട് അത് കമ്പൈൻ ചെയ്താണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്നോടൊപ്പം പഠിക്കാൻ നിങ്ങളൊക്കെ സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി ഇടുക കേട്ടോ. നിങ്ങൾ എത്ര പേര് സെറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താ ചെയ്യുക, ഈ ഇങ്ങനെ വരുന്ന ഓരോ വീഡിയോസും ഈ സമയത്ത് ക്രൂഷ്യലാണ്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്തു പോവാ കേട്ടോ. അപ്പോൾ ടേബിൾ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, ടേബിൾ വെച്ച് പഠിക്കാൻ വേണ്ടി പോവാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കമ്പാരിസൺ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇതൊന്ന് കമ്പയർ ചെയ്യലും, ഇപ്പോൾ പാർട്ട്ണർഷിപ്പും കോപ്പറേറ്റീവ് സൊസൈറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അതുപോലെ തന്നെ എന്താണ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ചോദിക്കാം. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമുക്ക് ഈ ഒരു ടേബിൾ വെച്ച് ആദ്യത്തെ 5 ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ നമുക്കൊന്ന് സെറ്റ് ആക്കി പഠിക്കാം. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം അതിന് മുൻപായിട്ട് മിസ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ കോഴ്സ് അല്ലേ, നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും +1. അങ്ങനെ പഠിക്കാതെ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നവരും ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ബാച്ചിൽ ചേർന്ന് നമുക്കൊരു ഫാമിലി ആയിട്ട് ത്രൂ ഔട്ട് +2 പഠിച്ച് സെറ്റാക്കാം. +1 ഇപ്പൊ ഇങ്ങനെ അങ്ങ് പോയി പലരുടെയും. ഇനി +2 അങ്ങനെ ആവരുത്. നിങ്ങൾ ഇതാ താഴെ കാണുന്ന സ്ട്രിപ്പിൽ പോകുന്ന ആ ഒരു നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അല്ലെങ്കിൽ അതാ മിസ് ഇതാ ഇവിടെ ഈ ഒരു ബോർഡിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുത്തിട്ട് +2 നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാവുന്നതാണ്. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ. അപ്പൊ ജസ്റ്റ് നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. നിങ്ങളുടെ സീറ്റ് എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ലോക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, PDF നോട്ട്സ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, ലൈവ് സെഷൻസ് ഉണ്ടാവും, എക്സാംസ് ഉണ്ടാകും, പ്രാക്ടീസ് ചെയ്യാൻ എക്സാംസും ക്വസ്റ്റ്യൻ ബാഗും ഒക്കെ ഉണ്ടാവും. അങ്ങനെ പല പല ഫീച്ചേഴ്സും ഉണ്ടാവും. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടേബിളിലേക്ക് നേരെ പോകാം. നമ്മുടെ ടേബിളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഒന്ന് നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ പോകുന്നതെന്നുള്ള കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി, കോപ്പറേറ്റീവ് സൊസൈറ്റി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് കമ്പയർ ചെയ്യാം. എങ്ങനെ ഫോർമേഷൻ സോൾ പ്രൊപ്രൈറ്ററിനെ നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ്, മിനിമൽ ഫോർമാലിറ്റി ആണ്. ഓക്കെ, എന്താണ് മക്കളെ, മിനിമൽ ഫോർമാലിറ്റി ആണ്, ഈസി ഫോർമേഷൻ ആയിരിക്കും. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ രജിസ്ട്രേഷൻ ഓപ്ഷണൽ ആണ് അല്ലേ, ഓപ്ഷണലാണ് രജിസ്ട്രേഷൻ വരുന്നത്, അതിന് ഈസി ഫോർമേഷൻ ആണ്.
ഓക്കെ, നമുക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കാം. രജിസ്റ്റർ ചെയ്താലുള്ള ഗുണം എന്താണെന്നുള്ളത് ജസ്റ്റ് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട് അല്ലേ. നാളെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ലീഗലി പോകാൻ വേണ്ടി പറ്റും രജിസ്റ്റർ ചെയ്താൽ. ഓക്കെ, ജോയിൻ ഹിന്ദു ഫാമിലിൻ്റെ എങ്ങനെയാണ്, ആ ലീഗൽ ഫോർമാലിറ്റീസ് വളരെ കുറവാണ്, രജിസ്ട്രേഷൻ റിക്വയർഡ് അല്ല, നോട്ട് റിക്വയർഡ് ആണ്, ഈസി ഫോർമേഷനും ആണ്. ഓക്കെ, പിന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് മക്കളെ, അത് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്, അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ലീഗൽ ഫോർമാലിറ്റീസ് ആണ് അല്ലേ, രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി. അതേപോലെയാണ് നമ്മുടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും വരുന്നത്, രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്, എക്സ്പെൻസീവ് ആണ്, ലെങ്തി ഫോർമേഷൻ പ്രൊസീജിയേഴ്സും ആണ്. പിന്നെ രണ്ടാമത് എന്താണ്, മെമ്പേഴ്സിന്റെ എണ്ണത്തിൽ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് സിംഗിൾ മെമ്പർ ആയിരിക്കും, പാർട്ണർഷിപ്പിൽ മിനിമം 2 പേരെങ്കിലും വേണം, മാക്സിമം 50 പേര് വരെ ആകാം. ജോയിൻ ഹിന്ദു ഫാമിലിയിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പേര് വേണം, അവർ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി വെച്ചാണ് അവർ എന്ത് ചെയ്യുന്ന ബിസിനസ് തുടങ്ങുന്നത് അല്ലേ. പിന്നെ അതുപോലെ മാക്സിമം ലിമിറ്റ് നോ ആണല്ലേ, അതായത് അൺലിമിറ്റഡ് ആണല്ലേ. പിന്നെ അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അതിൽ അറ്റ്ലീസ്റ്റ് 10 പേരെങ്കിലും വേണം തുടങ്ങാൻ. പിന്നെ എന്താണ് ലിമിറ്റ്, എന്താണ് അൺലിമിറ്റഡ് ആയിരിക്കും അല്ലെ, മാക്സിമം ലിമിറ്റ് അൺലിമിറ്റഡ് ആണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ കേസിലൊക്കെയാണ് 2 ടൈപ്പ് കമ്പനീസ് ഉണ്ടെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാലോ, പ്രൈവറ്റും ഉണ്ട്, എന്തുണ്ട് പബ്ലിക്കും ഉണ്ട് അല്ലേ. അപ്പോൾ പ്രൈവറ്റ് ആണെങ്കിൽ മിനിമം 2 വേണം, മാക്സിമം 200 ആൾക്കാർ വരെ എന്തിൽ പോകാം, പ്രൈവറ്റ് കമ്പനിയിൽ പോകാം. പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7, മാക്സിമം അൺലിമിറ്റഡും ആണ് അല്ലേ. സെറ്റ് അല്ലേ. അങ്ങനെയാണ് നമുക്ക് ഇനി അടുത്ത ഒരു ബേസിസിൽ എങ്ങനെയാണ് ആ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന്റെ ബേസിസിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ എന്നാൽ ലിമിറ്റഡ് ആയിരിക്കും, കാരണം ഒറ്റ ഒരാളാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്, സോ ലിമിറ്റഡ് ആണ്. പാർട്ണർഷിപ്പിലാണെങ്കിൽ എന്താ ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ ക്യാൻ ബി റേസ് മോർ ദാൻ ഇൻ ദ കേസ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലേ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും, കാരണം അതാണ് അവിടെ 50 പേര് വരെ മാക്സിമം വരാമല്ലോ, 2 മുതൽ 50 പേര് വരെ എന്ന് പറയുമ്പോൾ. ഓക്കെ, പിന്നെ ജോയിൻ ഹിന്ദു ഫാമിലി ആണെങ്കിൽ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് ലിമിറ്റഡ് ആണ് അല്ലേ, ലിമിറ്റഡ് അല്ലേ, അവിടെ എന്താണ് ലിമിറ്റഡ് ആയിട്ട് കോൺട്രിബ്യൂഷൻ നടക്കുകയുള്ളൂ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ എന്താണ് ലാർജ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ്, അവരെന്താ ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, നമ്മുടെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് ഒരു വോളണ്ടറി മെമ്പർഷിപ്പ് ആയിരിക്കും, അവർ കൂടുതൽ എന്താണ് സഹകരണത്തെ കൂടുതൽ ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന ഒരു ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. പിന്നെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഓണേഴ്സ് സെൽഫായിട്ട് തന്നെയാണ് അല്ലേ, ഓണർ ടേക്സ് ഓൾ ഡിസിഷൻ, അതുകൊണ്ട് തന്നെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. പിന്നെ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ എന്താ പാർട്ട്നേഴ്സ് ടേക്ക് ഡിസിഷൻസ് ആണ് അല്ലേ. പിന്നെ എന്താണ് കൺസെന്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ് നീഡഡ് ആണല്ലേ, എത്ര പാർട്ട്നേഴ്സ് ഉണ്ട് അവരുടെ ഒക്കെ കൺസെന്റ് നമുക്ക് ആവശ്യം വേണം. പിന്നെ ജോയിൻ ഹിന്ദു ഫാമിലി ആണെങ്കിൽ എന്താ അതിന്റെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും, കർത്ത എന്ന് പറയുന്ന ആളായിരിക്കും അല്ലെ. കർത്ത ആരാണ്, അതായത് സീനിയർ അല്ലെ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി ആയിരിക്കും കർത്ത എന്നറിയപ്പെടുന്നത് അല്ലേ. ഓക്കെ, ആ ആളായിരിക്കും ഡിസിഷനും കൺട്രോളും എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതും ഡിസിഷൻ എടുക്കുന്നതും ആളായിരിക്കും അല്ലേ. പിന്നെ എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റിന് എന്തായിരിക്കും മാനേജിങ് കമ്മിറ്റി ഉണ്ടാവും അല്ലേ, അതായത് ഇലക്റ്റഡ് മാനേജിങ് കമ്മിറ്റി ആണ് അല്ലേ. 1 man 1 vote എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അപ്പോൾ എന്താണ് അങ്ങനെ ഇലക്ട് ചെയ്ത് വരുന്ന ആ ഒരു മാനേജിങ് കമ്മിറ്റി ആയിരിക്കും ഡിസിഷൻസ് എടുക്കുക. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ എന്താ സെപ്പറേഷൻ ബിറ്റ്വീൻ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് അല്ലേ. അപ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ആണെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് വേറെ, മാനേജ്മെന്റ് വേറെ തന്നെ ടീംസ് ആയിരിക്കും അല്ലേ. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ. ഇനി അടുത്തത് എങ്ങനെയാണ് അതിന്റെ കണ്ടിന്യൂറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്തായിരിക്കും അൺസ്റ്റേബിൾ ആണ് അല്ലേ. കാരണം എന്താ ബിസിനസ്സും ഓണറും ഒന്നായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഓണർ നിർത്തിക്കഴിഞ്ഞാൽ ബിസിനസ്സും അവിടെ അവസാനിക്കുന്ന പരിപാടിയാണ്. ഓക്കെ, പിന്നെ പാർട്ട്ണർഷിപ്പ് മോർ സ്റ്റേബിൾ ആണ്, ബട്ട് അഫക്റ്റഡ് ബൈ സ്റ്റേറ്റസ് ഓഫ് പാർട്ട്നേഴ്സ് അല്ലേ. പക്ഷെ കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ് സോൾ പ്രൊപ്രൈറ്ററിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ എന്നാലും എന്താണ് പാർട്ട്നേഴ്സിന്റെ കയ്യിലിരിപ്പ് അനുസരിച്ചിരിക്കും. ഓക്കെ, പാർട്ട്നേഴ്സ് അടിപൊളിയാണെങ്കിൽ കുറെ കാലം പോകും, അല്ലെങ്കിൽ എന്താണ് പൂട്ടി കെട്ടേണ്ടി വരും അല്ലേ. ജോയിൻ ഹിന്ദു എന്താണ് സ്റ്റേബിൾ ആണ്. എന്തുകൊണ്ടാണ് അതിനെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന നമ്മുടെ കർത്ത നമ്മൾ പറഞ്ഞു ആ എൽഡസ്റ്റ് മെമ്പർ ആണ്. ഇൻ കേസ് ആ വ്യക്തി മരിച്ചു പോയാലും എന്താണ് അടുത്ത എൽഡർ ആയിട്ടുള്ള പേഴ്സൺ ആ ഒരു പൊസിഷൻ വന്ന് ഫില്ല് ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അതുകൊണ്ട് അത് സ്റ്റേബിൾ ആണ് അല്ലേ. കോപ്പറേറ്റീവ് സൊസൈറ്റിയും എന്താണ് സ്റ്റേബിൾ ആണ്. ബിക്കോസ് എന്താണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടല്ലേ അവർക്ക്, അവരെന്താണ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് സെപ്പറേറ്റ് ലീഗൽ സ്റ്റേറ്റസ് ഉണ്ട് അല്ലേ.
അതുപോലെ തന്നെയാണ് നമ്മുടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് സ്റ്റേബിൾ ബിക്കോസ് ഓഫ് സെപ്പറേറ്റ് ലീഗൽ സ്റ്റേറ്റസ് ആണ് അല്ലേ. പിന്നെ ലാബിലിറ്റി നോക്കുകയാണെങ്കിൽ മക്കൾ എങ്ങനെയാണ്, അതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് ഒറ്റയ്ക്ക് വഴി വെട്ടി വരുന്നവരായതുകൊണ്ട് തന്നെ എന്താണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് തന്നെ സഹിക്കണം, അൺലിമിറ്റഡ് ആണ് അല്ലേ. പിന്നെ പാർട്ട്ണർഷിപ്പ് കേസ് നോക്കുകയാണെങ്കിൽ എന്താണ് അൺലിമിറ്റഡ് തന്നെയാണ്. എത്ര ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരേ രീതിയിലുള്ള എന്താണ് അൺലിമിറ്റഡ് ആണ്. അതുപോലെ പക്ഷെ എന്താ ജോയിന്റ് ആയിരിക്കും അല്ലേ, അവർ ലാബിലിറ്റി എന്ത് ചെയ്യുന്നത് അവർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും അൺലിമിറ്റഡ് ആണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്താണ് കർത്തേൻ്റെ അതായത് ജോയിന്റ് ഹിന്ദു ഫാമിലിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മാനേജ് ചെയ്യുന്ന ആള് അതിൻ്റെ ഡിസിഷൻസ് എല്ലാം എടുത്ത് മാനേജ് ചെയ്യുന്ന കർത്ത ആളുടെ ലാബിലിറ്റി അൺലിമിറ്റഡും അതിൻ്റെ മെമ്പേഴ്സ് എന്നറിയപ്പെടുന്ന കോപാർട്ണേഴ്സ് അല്ലേ, അതിൻ്റെ മെമ്പേഴ്സ് നമ്മൾ കോപാർട്ണേഴ്സ് എന്നാണ് പറയുക, അവരുടെ എന്താണ് ലിമിറ്റഡും ആയിരിക്കും. കർത്തേൻ്റെത് അൺലിമിറ്റഡും കോപാർട്ണേഴ്സിൻ്റെ ലിമിറ്റഡും ആയിരിക്കും അല്ലേ. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ എന്താണ് ലിമിറ്റഡ് ആയിരിക്കും അല്ലേ, കാരണം എന്താ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഷെയർ അനുസരിച്ചിട്ടായിരിക്കും അവരത് ഉണ്ടായിരിക്കുക. പിന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ ഇതേ കേസ് തന്നെയാണ്, ലിമിറ്റഡ് ആണ്. ഇപ്പോൾ കമ്പനീൻ്റെ കേസിൽ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലേ, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അസറ്റ്സും ആയിട്ട് എന്താണ് അസറ്റ്സിനൊന്നും ലാബിൾ അല്ല, നമ്മുടെ കമ്പനീൻ്റെ കടം നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒന്നും അസറ്റ്സിനെ ബാധിക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒക്കെ എന്താണ് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് മക്കളെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ ഈ ഒരു 5 ടൈപ്പ് ബിസിനസ് ഓർഗനൈസേഷനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇനി നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമുക്കിപ്പോൾ ഏതൊക്കെ ടൈപ്പ് കമ്പനീസ് ഉണ്ട് അല്ലെങ്കിൽ കമ്പനീസ് അല്ല ഓർഗനൈസേഷൻസ് അവൈലബിൾ ആണെന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ചോയ്സ് എന്താണോ, നമുക്ക് എന്താണോ വേണ്ടത് ആ ടൈപ്പിനനുസരിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യണം ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ഇതിന്ന് പിക്ക് ചെയ്തെടുക്കണം അല്ലേ. അതാണ് ഇനി അടുത്ത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടേബിൾ രൂപത്തിൽ. ഓക്കെ, അതെങ്ങനെയാണ് ചോയ്സ് ഓഫ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, നമ്മുടെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫാക്ടേഴ്സ് എന്തൊക്കെ ഫാക്ടേഴ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് ക്യാപിറ്റൽ അവൈലബിലിറ്റി ഭയങ്കര കൂടുതൽ അല്ലെങ്കിൽ ലാർജ് ക്യാപിറ്റൽ റിസോഴ്സസ് ആണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കമ്പനി ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കമ്പനി ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല കുറച്ച് ക്യാപിറ്റൽ മതിയെങ്കിൽ എനിക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ കോസ്റ്റ് ഓഫ് ഫോർമേഷൻ വളരെ കുറച്ച് മതി ഫോം ചെയ്യാൻ എന്നാണെങ്കിൽ അത് നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ് നല്ലത്. പിന്നെ എന്താണ് കമ്പനി ആണെങ്കിൽ എന്താ ഗ്രേറ്റർ എന്താ ലീഗൽ ഫോർമാലിറ്റീസും എക്സ്പെൻസീവും ആണ് അല്ലേ. പിന്നെ അതുപോലെ ലാബിലിറ്റി എന്താണ് കമ്പനിക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കൊക്കെ എന്താണ് ലിമിറ്റഡ് ആണ്, പക്ഷെ കമ്പനിയാണ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ട് വളരെ ലിമിറ്റഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് അതിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ. പക്ഷെ എന്താ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണ് നല്ല ലാബിലിറ്റി ഉള്ള പരിപാടിയാണ് അല്ലേ. ഓക്കെ, നല്ല ലാബിലിറ്റി വേണ്ടവർക്ക് നമ്മളെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എടുക്കാം, പക്ഷെ ആരും ലാബിലിറ്റി കുറയ്ക്കാനല്ലേ നോക്കുകയുള്ളൂ. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്താണ് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനിൽ നമ്മുടെ ഓണർഷിപ്പ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ പോലും നമുക്ക് വേറൊരാൾക്ക് അതിൻ്റെ ഓണർഷിപ്പ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും, പക്ഷെ പാർട്ട്ണർഷിപ്പിൽ അത് പറ്റില്ല. കാരണം മ്യൂച്വൽ ആയിട്ട് പോകുന്നൊരു കാര്യം, ഒരു എഗ്രിമെൻറ്റിൻ്റെ ഒക്കെ പുറത്ത് എന്താണ് അത് റിട്ടേൺ ആകാം ഓറൽ ആവാം എങ്ങനെയാവാം അല്ലേ. അപ്പോൾ അതിൻ്റെ പുറത്ത് പോകുന്ന ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഓണർഷിപ്പ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ റെഗുലേഷൻസ് അല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ വളരെ കുറവായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണ് വേണ്ടത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എനിക്ക് ചൂസ് ചെയ്യാം. കൂടുതൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണെങ്കിൽ എന്താണ് എനിക്ക് കമ്പനിയാണ് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക അല്ലേ. എന്താണ് ലീസ്റ്റ് അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ മാനേജ്മെൻറ്റ് സ്കിൽസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ മാനേജ്മെൻറ്റ് സ്കിൽസ് കൂടുതലുള്ളത് കമ്പനിക്കായിരിക്കും. കാരണം കമ്പനിക്ക് എന്താ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ഇത് ഓണർഷിപ്പും മാനേജ്മെൻറ്റും തമ്മിൽ എന്താ സെപ്പറേറ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ മാനേജ്മെൻറ്റിന് പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റിനൊക്കെ നമ്മൾ കമ്പനീസിൽ നമ്മൾ ചിലപ്പോൾ എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് വഴി അല്ലെങ്കിൽ എന്താ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ മാനേജ്മെൻറ്റ് എഫിഷ്യൻറ്റ് കമ്പനിയിലായിരിക്കും. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ അത് വളരെ കുറവായിരിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ അതിൻ്റെ ഓണറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ മാനേജ്മെൻറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓണറെ
കിടിലനായിട്ട് മാനേജ്മെന്റ് ചെയ്യാൻ കഴിവുള്ള ആളാണെങ്കിൽ എന്താ കമ്പനി അടിപൊളിയായി പോകും. ഇൻ കേസ് കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ എന്താ ആ പൂട്ടിക്കെട്ടി നേരെ വീട്ടിലിരിക്കേണ്ട അവസ്ഥയായിരിക്കും അല്ലേ. പിന്നെന്താണ് കണ്ടിന്യൂറ്റി അല്ലേ, എനിക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്പനി എടുക്കുന്നത് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും എനിക്ക് കുറച്ചുകൂടെ നല്ലത്. ഇനി അതല്ലെങ്കിൽ എന്താണ്, എനിക്ക് അങ്ങനെ വലിയ കണ്ടിന്യൂറ്റി ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ എന്താണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരിക്കും നല്ലത് അല്ലേ. പിന്നെ ഫ്ലെക്സിബിലിറ്റീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫ്ലെക്സിബിൾ ആണ്. കാരണം എന്താ, ഒരാളാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് ഡിസിഷൻ എല്ലാം എടുക്കുന്നത്, ഓൺ ചെയ്യുന്നതും മാനേജ്മെൻറ്റ് ചെയ്യുന്നതും ഒക്കെ ആരാണ്, ഒറ്റ ഒരാളാണ്. അതുകൊണ്ട് എന്താണ് ആ ഡിസിഷൻ അല്ലെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്, ഡിസിഷനൊക്കെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. പക്ഷെ കമ്പനി എന്ന് പറയുന്നത് എന്താ ഒരുപാട് പേര് അടങ്ങുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു കാര്യങ്ങൾ എടുക്കുക, ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനെ പോലെ അത്രത്തോളം എന്തായിരിക്കില്ല, ഈസി ആയിരിക്കില്ല അല്ലേ. കുറച്ച് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് അവിടെ നടക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏതാണ് ബെസ്റ്റ് ഓർഗനൈസേഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് കുഞ്ഞുമൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 ചാപ്റ്റേഴ്സിൽ ഈ ഒരു ടേബിൾ നിങ്ങളൊന്ന് പഠിക്കുക. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഞാനിപ്പോൾ ഉണ്ടാക്കി ഈ ടേബിൾ എന്തായാലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഞാനിവിടെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ആ ടൈമിൽ ആഡ് ആവുന്ന കുഞ്ഞുങ്ങൾക്കായിരിക്കും ചിലപ്പോൾ കിട്ടുക എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പല ടൈമിലായിരിക്കും ഈ വീഡിയോ കാണാം. പക്ഷെ കുഴപ്പമില്ല, മിസ് എന്ത് ചെയ്യാം, ഒന്ന് മാറിത്തരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ച് നിങ്ങൾ പഠിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത് ആദ്യത്തത്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തല്ലോ. അപ്പോൾ മിസ് നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡും അതിൻ്റെ കണ്ടന്റുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം പഠിച്ചു വെക്കണം എന്നില്ല, നിങ്ങളതൊരു 10ഓ 8ഓ എണ്ണം പഠിച്ചു വെച്ചാലും മതി കണ്ടന്റ് ആയിട്ട്. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ മിസ് അടുത്തൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ നല്ല സിമ്പിളായിട്ട് കൂളായിട്ട് പഠിച്ചു പോവാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് മിസ് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സെറ്റ് അല്ലേ.